ഇതൊരു കസ്റ്റമൈസ്ഡ് ലുക്ക് ഹെയർ ബാൻഡാണ് കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഫ്രെയിം എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് ഞാൻ നമ്മുടെ എൻഡ് ടേപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്തു. എടുത്ത് യെല്ലോ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ ബീഡ്സ് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ ബീഡ്സ് പകുതി വരെ അതിൻ്റെ സെൻറ്റർ വരെ ഒന്ന് കോർത്തെടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഫ്ലവേഴ്സ് വെച്ചിട്ട് എന്താ പറയുക ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതുവരെയാണോ കൊടുക്കുന്നത് അതുവരേക്ക് ഞാൻ ഈ ബീഡ്സാണ് കോർക്കുന്നത്. ആവശ്യമുള്ള എല്ലാ ബീഡ്സും ഒറ്റ സ്റ്റെപ്പിന് തന്നെ കോർത്തെടുക്കുക. ഇത് നിങ്ങളുടെ ഇതിപ്പോൾ ഞാൻ എല്ലോ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ വേറെ ഡബിൾ കളർ ചേർച്ച് വൈറ്റും അങ്ങനെ ഈ യെല്ലോയും അല്ലെങ്കിൽ റെഡ് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാം. ഇത് ചെയ്തു വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാനിതുപോലെ ഫെൽറ്റ് ഷീറ്റ് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ ഇത്രയും പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ഫ്ലവേഴ്സ്, ഇതൊരു സെറ്റാണ്. ഈ സെറ്റ് ഞാനിങ്ങനെ എടുത്തിട്ട് ഇതിനെ കുറച്ച് കട്ട് ചെയ്തെടുത്ത് ഈ കട്ട് ചെയ്തെടുത്താണ് ഇതിലേക്ക് ഇനി ഈ ഫെൽറ്റ് ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്താ പറയുക ഒരു കൊല പോലെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബഡ് പോലെ കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടിയില്ല. എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു വന്നു. അപ്പോൾ അതിനെ അവസാനം എല്ലാം പൊളിച്ചെടുത്തിട്ടാണ് ചെയ്തത്. ചിലത് നമുക്കിങ്ങനെ അത് ഇപ്പോൾ ഒരു 3 ഫ്ലവർ ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ കിട്ടും. അങ്ങനെ ആയിരുന്നില്ല. ഇത് ഫ്ലവേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു സെറ്റായിട്ടുള്ളത് സെറ്റായിട്ട് വെച്ചു, അല്ലാത്തത് മാറ്റി തന്നെ വെച്ചു. ഇത് ഏത് രീതിയിൽ വേണം നമുക്ക് കൊടുക്കാം. ഞാനിത് ബഡ്, ലീഫ്, ഫ്ലവർ ഇത് എല്ലാം മിക്സ് ചെയ്താണ് ഡെക്കറേറ്റ് ചെയ്തത്. ആദ്യം കുറച്ച് ഫ്ലവേഴ്സ് ആദ്യം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തു. നമുക്ക് B7000 ഗ്ലൂ വെച്ചിട്ടും പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് മതി. മറ്റേതൊരു 2 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ കംപ്ലീറ്റ് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നല്ല ഡ്രൈ ആവാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് ആവും. അവിടെ ആദ്യം ഒരു 3 ഫ്ലവേഴ്സ് കൊടുത്തു, അടുത്തൊരു സൈഡിലേക്ക് ലീഫ്, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സൈഡിലേക്ക് ഒരു ബഡ് ഇതുപോലെ കൊടുത്തു. ഇനി വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ഇത് സെയിം സെൻറ്ററിലേക്ക് വീണ്ടും ഫ്ലവേഴ്സ് കൊടുക്കുന്നു. വീണ്ടും ഇത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു പോകുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് ലീഫ് കുറവാണ്, ബഡ് കുറവാണെങ്കിൽ അടുത്ത 2 ലെയർ ഫ്ലവേഴ്സ് തന്നെ കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചെറിയതായിട്ടൊരു ഗ്യാപ്പും കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഫൈനലായിട്ട് വരുന്നിട്ട് ബീഡ്സ് കൊടുക്കണം. അപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരും കേട്ടോ. ഈ ഗ്യാപ്പൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ചെയ്തിറങ്ങി ഒത്തിരി ഇങ്ങനെ ഞെരുക്കിയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവസാനം കാണുമ്പോൾ അത് മനസ്സിലാവും. ഒത്തിരി ഇങ്ങനെ തിക്നെസ് ആയിട്ടല്ല ചെയ്തത്. വീണ്ടും ഫ്ലവേഴ്സ് കൊടുക്കുന്നു. ഈ ഫ്ലവർ നമ്മളിത് ഇതുപോലെ ഈ ഫ്ലവർ ഇങ്ങനെ ഒത്തൊരു കൊല പോലെ വയ്ക്കാതെ ഒരു ഫ്ലവർ മേളിലോട്ട് അടുത്ത 2 ഫ്ലവർ താഴോട്ട് ആ ഒരു രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. എന്നിട്ടിത് ഗ്ലൂ ഗണ്ണാണ് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്യണം. കാരണം നല്ല ചൂട്, നല്ല മെൽറ്റ് ആയിരിക്കണം. അപ്പോൾ കൈവച്ച് ഇത് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഗ്ലൂ ഗൺ വയ്ക്കുമെങ്കിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബഡ്, ലീഫ് അത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. കൈയൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നല്ല മെൽറ്റായി, ഞാൻ പറഞ്ഞില്ലേ നല്ല മെൽറ്റായിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അറിയാതെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് നല്ല പേസ്റ്റ് ആവും കയ്യിൽ. പിന്നെ അവിടെ ഒന്ന് ചെറുതായിട്ട് പൊള്ളുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റത്തെ ആ ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റിക്കോളാം കേട്ടോ. ഇതുപോലെ അങ്ങ് വെച്ചു ബാലൻസ് വരുന്നത് ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ എഡ്ജ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടില്ലേ, നല്ല ഇപ്പം തന്നെ ശരിക്കും ഒരു ഭംഗിയില്ലേ. ഇത് നമുക്ക് ഹെയർ ബാൻഡ് മാത്രമല്ല, ഹെയർ ക്ലിപ്പിൽ വെക്കാം, അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ച് ചെയ്യാം. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഹെയർ പിൻ ചെയ്യാം, യു പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു ഫെൽറ്റ് ഷീറ്റ്, അതേ ഷേപ്പ് അത്രയും ഒരു വിത്തുള്ള ഫെൽറ്റ് ഷീറ്റ് ഞാൻ 2 നേരത്തെ കട്ട് ചെയ്തത്. അതിന് ജസ്റ്റ് അടിയിലേക്ക് കൊടുക്കുന്നത്. കാരണം ഇത് മാത്രം നമുക്ക് വെച്ച് പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. കാരണം ഇത് നമ്മുടെ ഹെയർ ബാൻഡ് എന്താ പറയുക ഇങ്ങനെ പിടിച്ച് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അത് പേസ്റ്റ് ചെയ്യാനൊക്കെ. ഇത് B7000 ഗ്ലൂവിൽ നന്നായിട്ട് പേസ്റ്റായി വരും കേട്ടോ. അത് ഇരിക്കാതെ അങ്ങനെയൊന്നുമല്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാതെ ഇളകത്തില്ല. അപ്പോൾ ഫുൾ ഗ്ലൂ ഗൺ കൊടുത്ത് ഞാനതങ്ങ് അപ്ലൈ ചെയ്തു. ഇനി അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, നമ്മുടെ ഫ്ലവർ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അടിയിൽ നല്ല പേസ്റ്റായി ഇരിക്കുമ്പോൾ അത് നല്ല തിക്നെസ് ആയിട്ട് നല്ല തിക്കായിട്ട് പേസ്റ്റ് ആവും.
അത് പിന്നെ നമ്മൾ എത്ര വലിച്ചാലും ഇളകി പോലും വരത്തില്ല, അത്രയും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ചെയ്യുമ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇതിപ്പോൾ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഹെയറും ബ്ലാക്കാണ്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് ബ്ലാക്ക് എടുത്ത് കാണുമെങ്കിലും ഹെയറിൽ വെക്കുമ്പോൾ ഇത് പുറത്തറിയത്തില്ല. അതാണ് ഈ ബ്ലാക്ക് ഫെൽറ്റ് ഷീറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് പല പല കളറിൽ അവൈലബിൾ ആണെങ്കിലും നമുക്ക് ബ്ലാക്കിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹെയറിൽ വെക്കുമ്പോൾ ഇതറിയില്ല. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കയ്യിൽ നമ്മുടെ ഹെയർ ബോ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് ബ്ലാക്ക് ഇങ്ങനെ നമുക്കത് ചിലപ്പോൾ വൃത്തികേടായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തെടുത്ത് കാണാം. പക്ഷെ അത് ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഇതങ്ങ് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ പേസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു എന്താ പറയുക ബാലൻസ് എല്ലാം എടുത്ത് മാറ്റുക. അതിനുശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റണം. അടിയിലുള്ള ഫെൽറ്റ് ഷീറ്റിൻ്റെ ബാലൻസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇനി ബാലൻസ് ബാക്കി എന്നിട്ടൊന്ന് ശ്രദ്ധിക്കണം, ഈ രണ്ട് സൈഡ് നമ്മൾ ചെയ്തത് ഈക്വൽ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ബാലൻസ് ബീഡ്സ് കോർത്തതിന് ശേഷം അടുത്ത എൻഡ് ടേപ്പ് നന്നായിട്ട് എൻഡ് ടേപ്പ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഈ ബീഡ്സ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇത് 2 ലെയർ, നമുക്ക് ഈ ബീഡ്സ് വെച്ചിട്ട് പലതും 2 ലെയർ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. 2 ലെയർ ഫ്ലവർ ഇതിപ്പോൾ ഞാൻ 1 ലെയറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 ലെയർ, കുറച്ചൊരു ചെറിയ ബീഡാണെങ്കിൽ 2 ലെയർ കൊടുത്തിട്ട് 2 ലെയറും അറ്റാച്ച് ചെയ്ത് സെൻറ്ററിൽ ഫ്ലവർ കൊടുത്ത് ചെയ്യാം. ഇതങ്ങ് കൊടുത്തിട്ട് എൻഡ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, തീരെ ലെങ്ത് കുറച്ച് നമ്മൾ നമ്മുടെ എൻഡ് ടേപ്പ് കൊടുക്കരുത്. കുറച്ചൊരു എന്താ പറയുക, കുറച്ച് ഇത്രയും ഒരു ലെങ്ത് വേണം. ഇത്രയും ഒരു ലെങ്തിൽ വേണം നമ്മളെപ്പോഴും എൻഡ് ടേപ്പ് കൊടുക്കാൻ. കണ്ടില്ലേ, തീരെ കുറച്ചൊരു ഗ്യാപ്പല്ല, അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എപ്പോഴും കവർ ചെയ്യാൻ. ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകിയൊന്നും വരത്തില്ല കേട്ടോ. എൻഡ് ക്യാപ്പ് ഉണ്ടെങ്കിൽ എൻഡ് ക്യാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ എൻഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്യാം. ഇതിപ്പോൾ നല്ല എല്ലാം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബീഡ്സും സ്റ്റോൺസ് കൊടുത്ത് ഒന്നുകൂടെ അതിനെ അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. ശരിക്കും ആ ബീഡ്സും സ്റ്റോൺസും ഒക്കെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ഭംഗി എടുത്തു വരുന്നത്. ഞാൻ വൈറ്റ് കളർ ബീഡ്സും നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ അല്ല ഡയമണ്ട് സ്റ്റോണും കൂടെ കൊടുത്താണ് അത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ബീഡ്സ് കൊണ്ട് ഫുള്ളായിട്ട് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ആ ഗ്യാപ്പിലൊക്കെ ബീഡ്സ് കൊടുക്കുന്നുണ്ട്. ബീഡ്സ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താ പറയുക, നമ്മളത് വെക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൽ കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തികേടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് കൊടുക്കുക. അതിനുശേഷം സ്റ്റോൺസ് അതും കുറച്ച് മിക്സ് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ ആ ബീഡ്സ് കൂടെ വന്നപ്പോൾ ആ ഒരു ഭംഗി കുറച്ചുകൂടെ എടുത്തു തന്നില്ലേ. ഞാൻ ബീഡ്സ് എപ്പോഴും ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ബീഡ്സൊക്കെ ഒട്ടിക്കുമ്പോൾ B7000 തന്നെയായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഗ്ലൂ ഗൺ ചിലപ്പം അതിൽ പേസ്റ്റ് ആയിരിക്കണമെന്നില്ല കേട്ടോ, അത് പെട്ടെന്ന് ഇളകി വരും ചിലത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോൺസും കൂടെ കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. സ്റ്റോണൊക്കെ കൊടുക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഓവറായിട്ട് വരത്തില്ല, കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ എന്താ പറയുക ഭംഗി എടുത്ത് നിൽക്കും. അവർക്കിതൊരു വൈറ്റ് ഫ്രോക്കിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ മോക്കിടെ, എൻ്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു ചെയ്ത് കൊടുത്തത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം. നോക്കി കണ്ടോ, ആ ഒരു ബീഡ്സും ആ സ്റ്റോൺസും ഒക്കെ വന്നപ്പോഴുള്ള അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.